സർവകലാശാല കലോത്സവത്തിലെ കോഴ ആരോപണത്തിലും തുടർന്ന് വിധികർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലും സർവകലാശാല നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. മാർഗംകളി മത്സരത്തിനിടെ ഉയർന്ന കോഴ ആരോപണവും വിധികർത്താവ് PN ഷാജിയുടെ മരണവും പ്രത്യേകമായിട്ടാകും അന്വേഷിക്കുക. വിധികർത്താക്കളെ മർദ്ദിച്ചിട്ടില്ല എന്ന് വിദ്യാർത്ഥി യൂണിയൻ അറിയിച്ചു. വിധികർത്താക്കളുടെ ഫോൺ പരിശോധിക്കുകയും കാര്യങ്ങൾ ചോദിക്കുകയും മാത്രമാണ് ചെയ്തത്. ഷാജിയെ SFIക്കാർ ക്രൂരമായി മർദ്ദിച്ചെന്ന് ഒപ്പമുണ്ടായിരുന്ന നൃത്ത അധ്യാപകനായ മൈക്കിൾ ആരോപിച്ചിരുന്നു. ഇതോടെ ഈ വിഷയത്തിൽ കേസെടുക്കേണ്ടി വരും. ഇത് പെറ്റി കേസാക്കാനും നീക്കമുണ്ട്. കേരള സർവകലാശാല കലോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട വിധികർത്താവ് PN ഷാജി ജീവനൊടുക്കിയ സംഭവത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ബന്ധുക്കൾ പരാതി നൽകി. നീതിയുക്തവും പക്ഷപാതരഹിതവുമായ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഗവർണർക്ക് പരാതി നൽകിയത്. കോഴ ആരോപണത്തിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായെന്ന് സംശയിക്കുന്നതിനായും അതിനാൽ നിയമ നടപടികളിൽ പക്ഷപാതിത്വം ഉണ്ടാകുമെന്ന് ഭയക്കുന്നതായും പരാതിയിൽ പറയുന്നു. കോഴ ആരോപണം നേരിട്ട ജീവനൊടുക്കിയ മാർഗംകളി വിധികർത്താവ് ഷാജിയെ SFI പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചതായി ദൃക്സാക്ഷികൾ പറയുന്നു. കേസിലെ 2-3 പ്രതികളും നൃത്ത പരിശീലകരുമായ കാസർഗോഡ് സ്വദേശി മൈക്കിൾ, മലപ്പുറം സ്വദേശി സൂരജ് എന്നിവരാണ് SFIക്കെതിരെ രംഗത്ത് വന്നത്. SFI നേതാവ് അഞ്ജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സെനറ്റ് ഹാളിന്റെ അകത്ത് മറ്റൊരു മുറിയിലേക്ക് ഷാജിയെ കൂട്ടിക്കൊണ്ടുപോയത്. എന്നാൽ ആരോപണമെല്ലാം അഞ്ജു നിഷേധിക്കുകയാണ്. നിനക്ക് ഇത്ര തടിയില്ലടാ, പോയി കിളച്ച് തിന്നൂടെ എന്ന് അഞ്ജു ചോദിച്ചു. ഷാജിയുടെ ബയോഡേറ്റ വായിച്ച് കളിയാക്കി. അഞ്ജുവാണ് അടിക്കട ഇവനെ എന്ന് പറഞ്ഞത്. ക്രിക്കറ്റ് ബാറ്റ്, ഹോക്കി സ്റ്റിക്ക് തുടങ്ങിയവ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് ആരോപണം. എന്നെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ കുരുക്കരുത്, ജീവിക്കാൻ വഴിയില്ല, ആത്മഹത്യ ചെയ്യുമെന്ന് ഇതിനിടെ ഷാജി കരഞ്ഞു പറഞ്ഞു. എന്നിട്ടും അവർ കേട്ടില്ല. അഞ്ജു ഷാജിയെ മർദ്ദിച്ചില്ല, പക്ഷേ അവരാണ് നേതൃത്വം നൽകിയത്. നന്ദന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്നാണ് ആരോപണം. എന്നാൽ അഞ്ജു ആണ് ഗൂഢാലോചക എന്നാണ് ആരോപണം. അതുകൊണ്ട് തന്നെ അഞ്ജുവിനെതിരെയും കേസെടുക്കേണ്ട സാഹചര്യമുണ്ട്. SFI ജോയിന്റ് സെക്രട്ടറിയാണ് അഞ്ജു കൃഷ്ണ. തനിക്ക് ഇത്രയും തടിയുണ്ടല്ലോടാ, കിളച്ചു തിന്നൂടെ എന്ന് ചോദിക്കുക മാത്രമല്ല, ഷാജിയെയും നൃത്ത പരിശീലകൻ മൈക്കിളിനെയും സൂരജിനെയും മർദ്ദിച്ചതിന് നേതൃത്വം നൽകിയതും അഞ്ജു ആണ് എന്നാണ് ആരോപണം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AA അക്ഷയ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് NA നന്ദൻ എന്നിവരും ഒപ്പം കൂടി. SFI മുൻ കൊല്ലം ജില്ലാ പ്രസിഡന്റും സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന അഞ്ജു കൃഷ്ണ കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ്. ഇതിനിടെയാണ് SFIയിൽ നിന്ന് പുറത്താക്കിയ മുൻ ജില്ലാ നേതാവിനെതിരെ അക്ഷയ് പരാതിയുമായി എത്തിയത്. ഷാജിയും ജോമറ്റിനെയും സൂരജിനെയും സെനറ്റ് ഹാളിനുള്ളിലെ മുറിയിൽ വെള്ളമോ ഭക്ഷണമോ നൽകാതെ മണിക്കൂറുകളോളം തടവിലാക്കി. ക്രിക്കറ്റ് ബാറ്റ്, ഹോക്കി സ്റ്റിക്ക് തുടങ്ങിയവ കൊണ്ട് തല്ല് സഹിക്കാതായപ്പോൾ നാട്ടിലെത്തിയാൽ മരിച്ചു കളയുമെന്ന് സംഘാടകരോട് തന്നെ ഷാജി പറഞ്ഞു. നീ പോയി ചാക എന്നായിരുന്നു അഞ്ജുവിന്റെ മറുപടി. അടിയെല്ലാം കൊടുത്ത ശേഷമാണ് പോലീസിൽ 3 പേരെയും ഏൽപ്പിച്ചത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോൾ വേദനയുണ്ടെന്ന് ഡോക്ടറോട് ഷാജി പറഞ്ഞിരുന്നു. ഷാജി പൂത്തട്ടയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായെന്ന് സംശയിക്കുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. നിഷ്പക്ഷ അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബാംഗങ്ങൾ ഗവർണർക്ക് നിവേദനം നൽകി. ഷാജി അവഹേളനത്തിനും പീഡനത്തിനും ഇരയായി മാനസികമായി തകർന്ന നിലയിലാണ് തിരുവനന്തപുരത്ത് നിന്നും തിരിച്ചെത്തിയത്. കുടുംബാംഗങ്ങൾ ഒപ്പിട്ട നിവേദനത്തിൽ പറയുന്നു. ഷാജിയുടെ സ്വർണമാലയും പേഴ്സും നഷ്ടപ്പെട്ടതിനെ പറ്റി പോലീസിൽ പരാതി നൽകുമെന്നും ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്നും സഹോദരൻ അനിൽകുമാർ വ്യക്തമാക്കി.